വയനാട്ടിലെ ഉരുൾപൊട്ടൽ തകർത്തത് ഒരു നാടിൻ്റെ ആകെ ഹൃദയമാണ്. തൊരാത്ത മഴയിൽ ഉള്ളുറഞ്ഞ് ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായത് ഒരു വലിയ പ്രദേശം തന്നെയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു ജനവാസ മേഖലയുടെ ശൂന്യതയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളമാകെ. ഉരുൾ എടുത്തത് മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ ആകെയാണ്. 178 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള കണക്ക്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം നാശമുണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നത്. ഇരച്ചു പെയ്യുന്ന മഴയിൽ രാവിരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങാനുള്ള സമയം പോലും നൽകാതെ പൊടുന്നനെ പൊട്ടിയൊഴുകിയെത്തിയ ദുരന്തം. സമാധാനത്തോടെ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഇന്നലത്തെ പുലരിയിലേക്ക് ഉണർന്നില്ല. ജീവസഹായം തേടിയുള്ള അവരുടെ വിലാപങ്ങൾ മണ്ണടരുകൾക്കുള്ളിൽ മൂകം അമർന്നുപോയി. അവരുടെ വീടുകൾ തകരുകയോ മലവെള്ളത്തിൽ ഒഴുകിപ്പോവുകയോ ചെയ്തു. ഏക യാത്രാമാർഗമായ പാലം ഒലിച്ചുപോയി. പ്രകൃതിയുടെ കലിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചവരാകട്ടെ അഭയം തേടി കുന്നും മുകളിലേക്ക് മറ്റും ഓടിയവരാണ്. ഹൃദയം പൊട്ടി വിലപിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയെ നമുക്ക് ചേർത്തു പിടിക്കണം. കഴിഞ്ഞ പ്രളയകാലങ്ങളിലും കോവിഡ് കാലത്തും ചെയ്തതുപോലെ നാടിനൊപ്പം നിലയുറപ്പിക്കണം. ദുരിതബാധിതർക്ക് പിന്തുണയുമായി കേരളം ആകെ രംഗത്തിറങ്ങണം. ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യത്തിൻ്റെ ഓരോ നിമിഷത്തിനും ജീവൻ്റെ വിലയാണുള്ളത്. രക്ഷാപ്രവർത്തകരുടെ സമർപ്പിത ദൗത്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ജനങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ദുരന്ത കാഴ്ചകൾ ആഘോഷമാക്കാതിരിക്കുക. ദുരന്തത്തിനിരയായത് 1000-ഓളം കുടുംബങ്ങളിലെ 5000-ഓളം പേരാണ്. 45 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500-ഓളം പേർ കഴിയുന്നുമുണ്ട്. ഇവർക്ക് നമ്മൾ കൈത്താങ്ങാവണം. ദുരിതബാധിതരുടെ പേരിൽ പലയിടത്തും പിരിവുകൾ നടക്കുന്നുണ്ട്. വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും പല മേഖലയിലും പിരിച്ചെടുക്കുന്നുണ്ട്. പല സംഘടനകളും അതിൽ കടലാസ് സംഘടനകൾ വരെയുണ്ട്. ഇവർ ആർക്കു വേണ്ടിയാണ് പിരിക്കുന്നത്? ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് കർശനമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. ഈ ദുരിതാശ്വാസ നിധിയിലൂടെയായിരിക്കും സർക്കാർ സഹായം നൽകുകയെന്ന് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ സഹായമായി വസ്തുക്കൾ വാങ്ങിയവർ അതത് ജില്ലയിലെ കളക്ട്രേറ്റുകളിൽ 1077 എന്ന നമ്പറിൽ അറിയിക്കണം എന്നാണ് സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. കളക്ട്രേറ്റുകളിൽ ഇവ ശേഖരിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുമുണ്ട്. പഴയ വസ്തുക്കൾ എത്തിക്കരുത്, അവ സ്വീകരിക്കുകയുമില്ല. പുതുതായി ആരും ഒന്നും ഇപ്പോൾ വാങ്ങേണ്ടതില്ല. ആവശ്യമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുമെന്നും സർക്കാർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ 5000-ഓളം പേർക്ക് എത്തിക്കേണ്ട സാധന സാമഗ്രികൾക്ക് കേരളം മുഴുവൻ പിരിക്കേണ്ടതില്ല. അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണവും സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ ഒരുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടത് പുനരധിവാസമാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീടും താമസ സൗകര്യങ്ങളും പുനർനിർമ്മിച്ചു നൽകുക എന്നതാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഇതിനാണ് സുമനസ്സുകൾ സഹകരിക്കേണ്ടത്. ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർക്ക് ജീവനോപാധി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങളാണ് വേണ്ടത്. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പരമാവധി ആളുകൾ സംഭാവന ചെയ്യണം. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ആളുകൾ മുന്നോട്ട് വരണം. എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരണം.